ഞാൻ മറ്റേ സ്ക്രിപ്റ്റ് ഒക്കെ എടുത്തിട്ട് രാത്രി കാണാൻ പഠിക്കും, എഴുതിയൊക്കെ പഠിക്കും. മാറ്റും ഡയലോഗ് അങ്ങനെ പടമൊന്നും എനിക്കറിയില്ല. അതായിരുന്നല്ലേ. ഞാൻ അവിടെ നിന്ന് നോക്കുമ്പോ എനിക്ക് ചെറിയൊരു പ്രണവ് മോഹൻലാൽ ചായ സൈഡ് ദൂരെ നോക്കില്ലേ. കുട്ടി കണ്ണാടി എടുത്തില്ല. അപ്പുറത്തെ വീട്ടിൽ MBA പഠിച്ച് വെച്ചിട്ടുണ്ട്. നമ്മള് നല്ല ജോലി, നല്ല ശമ്പളം. കളിയാക്കിയതാണ്. അല്ലല്ല, ഞാൻ കൊല്ലം നമ്മള് വേറെന്തോ പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വെറുതെ ചാടിക്കറി. തൊടുപുഴയിൽ ഐശ്വര്യ റായ് എന്നൊക്കെ പറഞ്ഞിട്ട് കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീകുമാർ. ഇപ്പൊ ട്രെയിലർ കണ്ടപ്പോഴേ എനിക്ക് പക്ക ഒരു അടികപ്പിയാരെ കൂട്ടമണി വൈ പിടിച്ചു. സെമിത്തേരിയിലല്ലായിരുന്നു പ്രശ്നം, ഹോസ്റ്റലായിരുന്നു. അങ്ങനത്തെ അല്ല, വേറൊരു ട്രാക്കാ അത്. കംപ്ലീറ്റ്ലി വേറെ സ്റ്റോറി, വേറെ രീതി, വേറെ ക്യാരക്ടേഴ്സ്. ചിരിച്ചു കാണിക്കണം. ചോദിക്കുമ്പോ മറ്റേ ക്യൂട്ടായിട്ട് ഇല്ലേ? ഒരാൾക്കിട്ട് ഒരെണ്ണം കൊടുത്താൽ തിരിച്ചു കിട്ടേ. ചോറ് എടുത്തിട്ട് ചോറ് കഴിക്കില്ല, എനിക്ക് ചോറ് കഴിക്കാൻ വരും. ചപ്പാത്തി കഴിക്കണം. ചപ്പാത്തി ആദ്യം കഴിച്ചിട്ട് അതേ കൂടെ കറങ്ങിട്ട് ചോറ് എടുത്തു കഴിച്ച് ചോറൂടെ കഴിക്കല്ലേ. ബൈക്ക് വിളിച്ചാ ഒട്ടി നടക്കുക. ഇത് ഇറങ്ങി കേട്ട് കൊണ്ടുപോകും. അവിടേക്ക് സ്ഥിരം പവനായി ശവമായി. അയ്യോ സോറി. ആ സീരീസ് കാണണം എന്നില്ല. സിനിമ വേറെയാണ്. പിന്നെ അതിനകത്ത് ഹോസ്റ്റലുണ്ട്. ഇതിനകത്ത് ഹോസ്റ്റൽ പരിപാടിയാണ് പിടിച്ചിരിക്കുന്ന സിനിമയിൽ. പിന്നെ ഒരു കുറച്ച് ഹൊറർ കോമഡി പരിപാടി എല്ലാം കൂടെ. ഇപ്പൊ ഒറ്റ മൈൻഡിലിരിക്കണം. ജനുവരി 16 പടം ഇറങ്ങിയിട്ട് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കണിമംഗലം കോവിലകം. നമ്മള് വളരെ ഇഷ്ടത്തോടെ കണ്ടിരുന്ന ഒരു സീരീസ് ആദ്യമായി മലയാളത്തിലെ സിനിമയാവാൻ പോവാണ്. അപ്പൊ ക്രൂ മെമ്പേഴ്സ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ടു S27. ഞാൻ എവിടെ നിന്ന് തുടങ്ങണം? റാഫിന്ന് തുടങ്ങാം അല്ലേ? അപ്പൊ എന്താണ് ആ സീരീസ് ഒരു സിനിമയാവുമ്പോഴൊരു ഡിഫറൻസ് എന്താ തോന്നിക്കുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ അതൊരു കൊറോണ സമയത്ത് തുടങ്ങിയ സീരീസ് ആണ്. രാജേട്ടൻ ഡയറക്ട് ചെയ്ത് പരിപാടി. അതൊരു ഹോസ്റ്റൽ ബേസ് ഫാമിലി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത്. ഒരു കുറെ കാര്യങ്ങൾ കുറെ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും സിനിമയിലോട്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു സ്റ്റോറി അല്ല, വേറൊരു ടൈപ്പ് ഓഫ് പരിപാടി ആണ് സിനിമയിൽ വെച്ചത്. അതിന്ന് ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് ഭയങ്കര ഡിഫറെന്റ് പരിപാടിയാണ് പിടിച്ചിരിക്കുന്നത്. ഹോസ്റ്റല് ആ സീരീസ് കാണണം എന്നില്ല. സിനിമ വേറെയാണ്. പിന്നെ അതിനകത്ത് ഹോസ്റ്റലുണ്ട്. ഇതിനകത്ത് ഹോസ്റ്റൽ പരിപാടിയാണ് പിടിച്ചിരിക്കുന്ന സിനിമയിൽ. പിന്നെ ഒരു കുറച്ച് ഹൊറർ കോമഡി പരിപാടി എല്ലാം കൂടെ ഉണ്ട്. സോങ്ങിന്റെ തുടക്കത്തിൽ നമുക്കത് മനസ്സിലാവും. അപ്പൊ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവമാണ് സിനിമയിൽ വെച്ചിരിക്കുന്നത്. എങ്ങനെയാ നിങ്ങളെല്ലാവരും ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത്? അമൃത വരുന്നത് എങ്ങനെയായിരുന്നു? ലൈക്ക് എന്നെ കോൾ ചെയ്യായിരുന്നു ഡയറക്ടർ രാജേഷ് സർ. അപ്പോൾ ഞാൻ ആദ്യം എനിക്ക് അങ്ങനെ കത്തിയില്ല എന്തായിരിക്കും. പിന്നെ മൂവി ആണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയി. ഞാൻ അങ്ങനെ മൂവി അധികം ചെയ്തിട്ടുള്ള ആളല്ല. സോ അതിൽ നിന്ന് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കണം എന്നുണ്ട്. മൂവി ചെയ്താണല്ലോ നമ്മളൊരു എന്താ ലെവലപ്പ് ആവണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ ആ ഒരു ഓപ്പർച്യൂണിറ്റി സ്വീകരിച്ചു. ഓഡീഷൻ ആയിരുന്നോ? ഓഡീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഡയറക്റ്റ് ജോയിൻ ചെയ്തു. അബി എന്നെ നമ്മുടെ അഖിലെല്ലാണ്ടി ആണ് റെഫറൻസ് ചെയ്ത നമ്പർ കൊടുത്ത് അങ്ങനെയാണ് ചേട്ടൻ വിളിച്ച് ഇതിലോട്ട് വന്നത്. അങ്ങനെ ഇവിടെ വന്നു. അജ്മലോ? പിന്നെ ഇവനാണ് ആദ്യം വിളിച്ചത്. അത് കഴിഞ്ഞിട്ട് രാജേഷ് ചേട്ടൻ സംസാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നോക്കുമ്പോ ഇതിന്റെ പ്രൊഡ്യൂസർ എന്റെ ഫ്രണ്ട് ആയിരുന്നു. അങ്ങനെ പിന്നെ എല്ലാം കൂടി ഒരുമിച്ചായി. മൊത്തത്തിലൊരു കണക്ഷൻ. നിങ്ങൾക്ക് മുന്നേ പരിചയം ഉണ്ടായിരുന്നോ? ഞങ്ങൾ വീഡിയോസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. അല്ലാതെ പേഴ്സണൽ ഇവിടെ വന്നിട്ടാണ്? ഇവിടെ വന്നിട്ടാ പരിചയപ്പെടുന്നത്. ഷൂട്ടിംഗ് ഒക്കെ എവിടെയായിരുന്നു? കൊല്ലം കംപ്ലീറ്റ് ഷൂട്ട് കൊല്ലത്ത്. എത്ര നാള്? 32 ദിവസം. 32 ഡേയ്സ് ഒരുമിച്ചുണ്ടായിരുന്നു. 35 ദിവസം ഉണ്ടായിരുന്നു. 35 ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഹോസ്റ്റൽ വൈബ്സ് ഒക്കെ പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിയ വന്നു. സത്യം. ആദ്യം തുടക്ക സമയത്തൊക്കെ എല്ലാരും ഉണ്ടായിരുന്നു ഹോസ്റ്റലിനകത്ത്. അപ്പൊ ഭയങ്കര രസമായിരുന്നു, ഒരു മെമ്മറീസും. പിന്നെ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഒരു എല്ലാവരും കുറച്ച് പേര് കുറഞ്ഞു തുടങ്ങി. അപ്പൊ നമുക്കൊരു ഇഷ്ടമായിരുന്നു, ആരും ഇല്ലല്ലോ സാധനം ഇഷ്ടമായിരുന്നു. എല്ലാരും ഉണ്ടെങ്കിൽ രസമല്ലേ, പരിപാടി എല്ലാം കൂടെ അടിപൊളിയായിട്ട് പോകും. എങ്ങനെയുണ്ടായിരുന്നു ശരിക്കുള്ള ഹോസ്റ്റൽ ലൈഫ്? ഹോസ്റ്റലിൽ നിന്നിട്ടില്ലേ? ഞാൻ നിന്നിട്ടില്ല, ഞാൻ വീട്ടില. ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല. എന്നെ ഹോസ്റ്റലിൽ നിർത്തില്ലായിരുന്നു പേരൻസ്. വേറെ പിള്ളേര് ചിതയി പോവും, അതുകൊണ്ട് എന്നെ ഓർത്തിട്ടല്ലേ, വേറെ പിള്ളേരെ ഓർത്തിട്ടാ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല. ഇതായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് രണ്ടുപേർക്കും. അജ്മലിനോ? അങ്ങനെ തെരഞ്ഞെടുത്താണോ? അമ്മ വീട്ടിൽ ചിലപ്പോ പുറത്തേക്ക് ഉണ്ടാവും. അമ്മ എന്തെടുക്കണം? അമ്മയുണ്ടോ? ഓ, ഞാൻ അമ്മയുടെ ഫാനാ. ഞാൻ എന്റെ അമ്മയ്ക്കൊക്കെ കാണിച്ചു കൊടുക്കുന്ന ചെയ്യുന്ന പറഞ്ഞിട്ട്. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ എനർജറ്റിക്.
വെറുതെ വെറുതെ അവിടെ അമ്മയിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു അമ്മയായിരുന്നാ? അല്ല വേറൊരു കഥാപാത്രം. അങ്ങനെ ചെറിയൊരു 2 വർഷം പരിപാടി അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. നിങ്ങൾ എങ്ങനെയാ അമ്മ മോൻ ആ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാ? അമ്മ ഫസ്റ്റ് തന്നെ സമ്മതിച്ചു? ഇല്ല, സമ്മതിച്ചൊന്നുമില്ല. ഫസ്റ്റ് വീഡിയോ എടുത്ത് അത് തന്നെ 2 മില്യൺ ആയപ്പോ പോയി. അതിന് മുമ്പ് എനിക്കൊരു ജോബിന്റെ ഇത് വന്നായിരുന്നു. അതൊരു മറ്റേ ടോപ്പ് ബിഗ് 4 നിന്നായിരുന്നു വന്നത്. ബിഗ് 4 നിന്ന് വന്നിട്ട് അപ്പം അത് കമ്പനി പേരൊന്നും പറയുന്നില്ല. അപ്പൊ അതിൽ 3 ലെവൽ ഇന്റർവ്യൂ പാസ്സായി. 4th സാലറിയുടെ കാര്യം മാത്രം ഡിസ്കസ് ചെയ്യാൻ ഇന്റർവ്യൂ ഉള്ളു. ബാക്കിയെല്ലാം ഞാൻ പാസ്സായി. അപ്പൊ പാസ്സായപ്പോൾ എനിക്ക് ദുബായ് പോലുള്ള വിസിറ്റ് വിസ ഒക്കെ ശരിയായിരുന്നു. അധികം ക്യാൻസൽ ചെയ്ത്. ബിഗ് 4 കിട്ടിയ പിന്നെ പോകണ്ടല്ലോ, നാട്ടിൽ നിന്നാൽ മതി, ഭയങ്കര ശമ്പളമാണ്. അപ്പം അത് ഓക്കെ ആവും. പക്ഷെ അവരെന്നെ ഇതുവരെ വിളിച്ചില്ല. അപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഡിപ്രഷനായി പോയി. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ വിചാരിച്ചിനി ഞാൻ ജോലി ചെയ്യുന്നില്ല, ഇത് ഞാൻ ചെയ്യാന്ന് വെച്ച്. അങ്ങനെയാണ് ഫസ്റ്റ് വീഡിയോ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് വീട്ടുകാർക്കൊന്നും ഒട്ടും അക്സെപ്റ്റബിൾ അല്ല. കാരണം ഞാൻ MBA വരെ പഠിച്ച് അങ്ങനെ. അപ്പം വീട്ടുകാർ അപ്പുറത്തെ വീട്ടിൽ MBA പഠിച്ച് വെച്ചിട്ടുണ്ട്. അവൾക്ക് നല്ല ജോലി, നല്ല ശമ്പളം. അപ്പം അവിടെ ഇങ്ങനെ അത് കമ്പയർ ചെയ്യല്ലോ നമ്മളെ എപ്പോഴും. ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ എങ്ങനെങ്കിലും ഒരു സ്റ്റേബിൾ ആകണം. അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഞാൻ ജസ്റ്റ് ഇറങ്ങി ഒന്ന് പോയായിരുന്നു. അമ്മ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങിയൊക്കെ പോയി. പിന്നെ മനസ്സിലായി ഇവന് പറഞ്ഞാൽ കേൾക്കത്തില്ല, ഒറ്റ ബുദ്ധി. അപ്പം നടക്കൂല്ല മനസ്സിലായി. അപ്പം പിന്നെ സമ്മതിക്കേണ്ടി വന്നു. സമ്മതിച്ചു. അങ്ങനെയാണ് സമ്മതിക്കുന്നത്. അമ്മ അഭിനയിക്കാനും അമ്മ അഭിനയിക്കുന്നില്ല. അമ്മ അങ്ങനെ അമ്മ ശരിക്കും റിയാലിറ്റി അങ്ങനെ തന്നെ. അതിലും ഭയങ്കര ഹൈപ്പറാണ്. ഞാൻ കുറച്ച് കാണിക്കുന്നത്. ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ കാറ് തുറക്കുന്നത്, അതിന്റെയൊക്കെ ലാസ്റ്റ് ഒക്കെ അമ്മ റിപ്പീറ്റ് എടുക്കും നിങ്ങള്? ഒരു 10 രൂപ ടേക്കൊക്കെ പോകും, ചിലപ്പോ നല്ല ടേക്കൊക്കെ പോകും. അമ്മയാണോ മോനാണോ ഒറ്റ ടേക്കിന് ശരിയാക്കാൻ? ഞാനായിരിക്കും. കാരണം എന്റെ ചെറുതല്ലേ, അമ്മയ്ക്കായിരിക്കും പാടുള്ള കൊടുക്കുന്നത്. കൊറേ അതെ, അമ്മയ്ക്ക് കുറെ ഉണ്ടാകും ചെയ്യാൻ. ഞാൻ ആ സാധനങ്ങളൊക്കെ കളയുണ്ട്. ദുബായില് വന്നില്ല? ദുബായിൽ പടത്തിന്റെ പരിപാടിക്ക് ബൈക്ക് വിളിച്ചാ? ഒട്ടി നടക്കുക. കൊണ്ടുപോകുന്നു. ഞാനും വരുവാ. ഞാൻ വരുന്നു. കൊണ്ടുപോ പാവം. ഇത് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇത് ഇറങ്ങിയിട്ട് കൊണ്ടുപോകും. അവിടേക്ക് സ്ഥിരം ആള് മുങ്ങിന്നൊക്കെ. ദുബായില് എത്ര നാളായി? അവിടെ സെറ്റിൽഡ് ആണോ? ഞാൻ പണ്ട് എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നു ഞാനൊരു +1 +2 ഒക്കെ പഠിക്കുമ്പോൾ അജ്മലിന്റെ ഫോട്ടോസ് ഒക്കെ ഫേസ്ബുക്ക് സെലിബ്രിറ്റി ഒക്കെ ആവുന്ന സമയമുണ്ട്. മറ്റേ മുടിയൊക്കെ കളർ ചെയ്ത് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ള നമ്മുടെ ഒരുപാട് പേർക്ക് ക്രഷ് തോന്നിയ ഒരാളായിരുന്നു അജ്മല്. അതിന് ഇപ്പൊ ഭയങ്കര ഡിഫറൻസ് ആയി. ഞാൻ അവിടെ വന്ന് നോക്കുമ്പോൾ എനിക്ക് ചെറിയൊരു പ്രണവ് മോഹൻലാൽ ചായ തോന്നി. സൈഡ് ചെയ്തു ദൂരെ നോക്കിണ്ടായി. കുട്ടി കണ്ണാടി എടുത്തില്ല. ദൂരെ നോക്കിയാ നെല്ലടിച്ചു. നാട്ടിലേക്ക് ഇപ്പൊ വരാറുണ്ടോ ഫ്രീക്വന്റ്ലി? ഇടയ്ക്ക് വരും. ഫ്രീക്വന്റ് ഒന്നുമില്ല, എപ്പോഴെങ്കിലും. ഒരു കൊല്ലത്തിൽ വരും. ഇപ്പൊ ഷൂട്ടായിട്ട് ഇത്രയും ദിവസം നിന്നപ്പോ എന്ത് വ്യത്യാസം തോന്നി ദുബായിൽ നിന്ന് നാട്? നമ്മള് കൊല്ലത്തെ ആൾക്കാരായി മാറി. അവിടുത്തെ ഓരോ സ്ഥലങ്ങളും വഴികളും അല്ലേ, എല്ലാ വഴിയും അറിയാം. പുറത്തൊക്കെ പോയായിരുന്നോ നിങ്ങളത് കഴിഞ്ഞ് ഷൂട്ടിംഗ് ടൈം കഴിഞ്ഞിട്ട്? സമയം കിട്ടില്ല. കാരണം വെച്ചാൽ ആ ഭാഗത്ത് തന്നെ നമ്മള് ഷൂട്ട് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴികളും ആ സാധനങ്ങളും ഉദ്ദേശിച്ചു. ഫുഡോ? കൊല്ലം ഫുഡ് ഇഷ്ടപ്പെട്ടോ? നല്ല അടിപൊളിയായിരുന്നു. ചോറും മീൻകറിയൊക്കെ കൂട്ടി. അപ്പൊ പിന്നെ കുഴപ്പമില്ല. പല അടിപൊളിയല്ലേ. എന്റെ നല്ല ആളുകളായിരുന്നു, നല്ല സ്നേഹമൊക്കെ. അല്ലല്ല, ഞാൻ കൊല്ലം നമ്മള് വേറെന്തോ പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വെറുതെ ചാടിക്കറി ഞാൻ പറയട്ടെ. അല്ല, ഞാൻ കൊല്ലത്തിന്റെ ആലപ്പുഴയുടെ കറക്റ്റ് പറയണ എനിക്ക് ഏറ്റവും അടുത്ത് കൊല്ലവാ. അപ്പൊ പിന്നെ ഞാൻ ആലപ്പുഴയാണ്, പക്ഷെ ബോർഡറാണ്. അമൃത നാട്ടിലെവിടെയാ? ഞാൻ ഇടുക്കി, തൊടുപുഴ. തൊടുപുഴക്കാരിയാണ്. തൊടുപുഴയിൽ ഐശ്വര്യ റായ് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് മറ്റേ ഓൺലൈൻ ചാനലുകളിലൊക്കെ താരമായിരുന്നു. പിന്നെ ഭയങ്കര അടിപൊളിയായിട്ട് നല്ല ക്വാളിറ്റിയിലാ കോണ്ടന്റ് ഉണ്ടാക്കുക. കുറെ നാൾ മുന്നേ ഞാൻ പണ്ടേ അങ്ങനെയാ ചെയ്യാറുണ്ട് ഉദ്ദേശിച്ചേ, ഇപ്പോഴല്ല. ഞാൻ അമൃതേനെ പണ്ട് ടിക്ടോക്കിലൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്. ടിക്ടോക്ക് പോയി. അപ്പൊ പിന്നെ എങ്ങനെയാ എവിടുന്ന് വരുന്നതാണ് ആലോചിച്ച് ഉത്തരം പറയാമോ? അല്ലെങ്കിൽ തെറ്റിപ്പോകും. നിങ്ങളും പണ്ട് ടിക്ടോക്കിൽ ഉണ്ടായിരുന്നോ? ടിക്ടോക്ക് താരങ്ങളായിരുന്നോ? അത് കഴിഞ്ഞിട്ട് ചക്കപ്പഴത്തിലേക്ക്. പിന്നെ ഇപ്പൊ സിനിമകൾ, ഓടി നടന്ന സിനിമകൾ ചെയ്യുന്ന നിങ്ങൾ 4 പേരും ആക്ച്വലി സിനിമാ മോഹം ഉണ്ടായിരുന്ന ആൾക്കാരാണ്. നിങ്ങൾ ആക്സിഡന്റലി വന്നായിരുന്നു? ഞാൻ ആക്സിഡന്റലി വന്നതാ. വന്നതാ. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ എത്തിപ്പെടാൻ വേണ്ടിട്ട് ഭയങ്കരമായ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ മറ്റേ നമ്മളിങ്ങനെ എന്താ പറയാ, നമുക്ക് ആഗ്രഹം ഉണ്ടല്ലോ ഉള്ളില്, പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് കൃത്യമായി നമ്മളെ ഗൈഡ് ചെയ്യാനോ അങ്ങനെയൊന്നും ആരും ഉണ്ടായിരുന്നില്ല.
സോ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പം ഇങ്ങോട്ടേക്ക് ആ ഒരു അവസരം തേടി വന്നു. അപ്പൊ അങ്ങോട്ട് എടുത്തു. ഓഡീഷൻസ് മുന്നേ ഏതെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ആകെ ഒരൊറ്റ ഓഡീഷൻ 1 or 2 മാക്സിമം അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഭയങ്കര നെർവസ് ആവും. ഞാൻ അല്ലാതെ ക്യാമറയുടെ ഫ്രണ്ടിൽ ചെന്നിട്ട് ക്യാരക്ടർ ആവാൻ പറഞ്ഞാൽ ഞാൻ പിന്നെയും പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാനാവും. പക്ഷെ ഒഡീഷൻ എന്തോ എനിക്ക് പറ്റാറില്ല, എനിക്ക് പേടിയാവും. അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്നിട്ട് അത് ഫുള്ള് നമ്മൾ തന്നെ പ്രിറ്റൻഡ് ചെയ്തിട്ടാണല്ലോ, ലൈക്ക് ഒരാൾ ഇവിടെ ഉണ്ടെന്നും അതാവും. അങ്ങനെ പ്രിറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ വരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പം അതങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. റാഫി ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യാറ്? ഞാനോ? ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഓഡീഷൻസ് ഒരുപാടൊന്നും ഇല്ല, 1-2 ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ചെയ്തിരുന്നു ഇടയ്ക്ക്. അത് ഷോർട്ട് ലിസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിക്കാന്നൊക്കെ പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞു എന്നെ വിളിച്ചില്ല, ചതിച്ചു എന്നെ. അജ്മലോ? പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഉള്ള സമയത്ത്. ഓക്കെ. അന്ന് സിനിമ ഒന്നും അറിയില്ല, അഭിനയിക്കാനും അറിയില്ല, വെറുതെ പോയി നിന്നൊക്കെ നോക്കി എന്തൊക്കെയോ ചെയ്യാൻ പറഞ്ഞല്ലോ. ഞാൻ എന്നിട്ട് ഇപ്പൊ ആലോചിക്കുമ്പോ അതൊക്കെ ആലോചിക്കും, കോമഡി. ഞാൻ ചെയ്ത സംഭവം ആലോചിച്ചിട്ടുണ്ടാ. ആക്ട് ചെയ്യാൻ പറഞ്ഞ എന്തോ ഒരു കാര്യം കാണിച്ചിട്ട് ആക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴും മനസ്സിലായി, ഇപ്പോഴാണ് ശരിക്കും ഇതിന്റെ ഡെപ്ത് മനസ്സിലാവുന്നു. അഭിനയിച്ചപ്പോഴാ മനസ്സിലാവണേ ബുദ്ധിമുട്ടെന്ന്. ശരിക്കും അഭിനയിക്കാൻ ബുദ്ധിമുട്ടാണോ? പിന്നെ ഭയങ്കര ഭയങ്കര പാടാ. ആരോടാ ചോദിക്കണേ? ഇപ്പം സിനിമയിലേക്ക് അഭിനയിക്കാൻ വന്നു കഴിഞ്ഞപ്പം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയതുകൊണ്ട് ഒരു ക്യാമറ ഭയം ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അത് ഹെൽപ്ഫുൾ ഉണ്ടാവും. വീഡിയോ എടുക്കുന്ന നീയാണോ പറയുന്നത് ക്യാമറ ഭയം ഉണ്ടത്? കട്ടും പറയുന്നത്. അപ്പൊ എനിക്കൊന്നും അവര് പറയുന്നവരെ ഞാൻ അഭിനയിച്ചോണ്ടിരിക്കണം. പിന്നെ സാറ്റിസ്ഫൈഡും ആവണ്ടേ? പിന്നെ ഏറ്റവും മാക്സിമം എത്ര വർഷം റിപ്പീറ്റ് പോയി? എന്റെ കുറെ പോയിട്ടുണ്ട്, എല്ലാവരും പോയിട്ടുണ്ട്. എല്ലാരും എത്ര റീടേക്ക് പോകുന്ന അത്രത്തോളം നന്നാവില്ലേ? അതെ, ഒരു 2-3 എന്റെ ഒരു തവണ നന്നായതല്ലേ കുറെ. പിന്നെ അത് മതി എന്ന് പറഞ്ഞു. ഇപ്പൊ ട്രെയിലർ കണ്ടപ്പോഴേ എനിക്ക് പക്ക ഒരു അടികപ്പിയാരെ കൂട്ടമണി വൈബ് അടിച്ചു. ആണല്ലേ? ശരിക്കും അങ്ങനത്തെയാണോ? അങ്ങനത്തെ അല്ല, വേറൊരു ട്രാക്കാ. ഇത് കംപ്ലീറ്റ്ലി വേറെ സ്റ്റോറി, വേറെ രീതി, വേറെ ക്യാരക്ടേഴ്സ്. പക്ഷെ ആ ഒരു ഇമോഷൻസും ഹോസ്റ്റലും എല്ലാം കാണുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഫീല് വരും. അതുപോലത്തെ ഒരു എന്റർടൈനിങ് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എനിക്ക് ആ ഒരു അങ്ങനത്തെ ഒരു വൈബ് തോന്നി. ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കണക്ഷൻ ഉണ്ടല്ലോ. ഒരു പണ്ടത്തെ ഒരു ഹോസ്റ്റലൊക്കെ ഓർമ്മ വരുന്ന ഒരു സംഭവം. ഗേൾസ് ഹോസ്റ്റൽ കാണിക്കണില്ലേ? ഇതില് മെൻസ് ഹോസ്റ്റലാണ് കൂടുതലും. അവരുടെയാണ് വൈബാ കൂടുതൽ. രാത്രിയായിരുന്നു ഷൂട്ട് കൂടുതൽ. ഹോസ്റ്റലിന്റെ ഉള്ളിലത്തെ പുറത്തൊക്കെ രാത്രിയായിരുന്നു. ഡേ ടൈമും ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഇതില് ഫൈറ്റ് ഒക്കെ ഉണ്ടാ? ആരായിരുന്നു ഫൈറ്റ് മാസ്റ്റർ? അഭിഷേകായിരുന്നു. എല്ലാരും ഫൈറ്റിംഗ് ഉണ്ട്. ഞങ്ങള് അങ്ങനത്തെ കാര്യങ്ങളാണ്. കൊറേ കാര്യങ്ങളുണ്ട്. പക്ക നമുക്കൊരു നൊസ്റ്റാൾജി ഉള്ള കാര്യങ്ങളൊക്കെ ഇപ്പം ട്രെയിലറിൽ തന്നെ ആ ഒരു ക്രിക്കറ്റ് കളി, അങ്ങനത്തെ കാര്യങ്ങൾ, ഒരു എന്താ ചെസ്റ്റ് പീസ്, എന്താ വേണം ചെസ്റ്റ് പീസ് കഴിക്കുന്നത്. ഇതിൽ ആക്ച്വലി ഫുഡി ആരാ? കുഴിമന്തി കഴിക്കാൻ പോവും. കഥയുണ്ട്. മന്തി കഴിക്കാൻ പോയിരുന്നു. നിങ്ങളോട് പറയാതെ ബാഗ് വെച്ച് ഒളിപ്പിച്ച് റൂമിൽ നിന്ന് കഴിക്കുമായിരുന്നു. അല്ല, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കുസൃതികളേ ഉള്ളൂ. കാറ് വരുമ്പോ ഞാൻ ഇറങ്ങി നടക്കാന്നൊക്കെ പറഞ്ഞു ഞാൻ മന്തി മേടിച്ച് നടന്നു റൂമിൽ നിന്ന് കഴിക്കുമായിരുന്നു. അപ്പൊ അമ്മ ചോദിക്കില്ലേ? അമ്മ 2 ദിവസം ഉണ്ടായില്ല. മറ്റേ ഇവിടെ അമ്മ സ്റ്റേ ഒന്നും ഇല്ലായിരുന്നു. അമ്മ വൈകിട്ട് പറഞ്ഞു വിടും. മന്തി അടിച്ച് അനങ്ങാതിരും തിന്നും. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പരിപാടികളേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു ഗെയിം രൂപേണ കുറച്ച് ഇൻസിഡൻസ് പറയാം. അതായത് നമുക്ക് അപ്പൊ കഥകളിലൂടെ പോവാം. ഞാൻ ഒരു വാക്ക് പറയും, നിങ്ങളുടെ കൂട്ടത്തിൽ അത് ആരുടെ സ്വഭാവമാണ്, അതിന്റെ ഒരു ഇൻസിഡന്റ് പറഞ്ഞ ഷൂട്ടിംഗ് സമയത്തുള്ളത് പറഞ്ഞാൽ മതി. ഓക്കെ? ഈ കൂട്ടത്തിൽ ഏറ്റവും മടിയുള്ള ആള്. അടിയോ? മടി പിടിക്കുന്ന ആള്. മടി ഉള്ള ആള് വന്നിട്ടില്ല. അതാരാ? ഇവിടെ ഇല്ല ആള്. ആണോ? ആരായിരുന്നു? നിങ്ങളെല്ലാരും മടിയില്ലാത്ത ആൾക്കാരാണ്. ഇതില് ഒട്ടും പങ്ക്ച്വൽ അല്ലാത്തതാരാ? എല്ലാരും പങ്ക്ചല. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരാൾക്കിട്ട് ഒരെണ്ണം കൊടുത്താ തിരിച്ചു കിട്ടേ. അല്ലല്ല, എല്ലാരും പങ്ക്ചലാണ്. കറക്റ്റ് ആയിട്ട് 4-5 മണിക്കൊക്കെ എണ്ണിച്ച് അങ്ങനെ വരുന്ന ആൾക്കാരാണ്. ഞാൻ വിളിക്കുന്നതിന് മുമ്പേ അജുക്കൊക്കെ റെഡി ആയിരിക്കും. അവന് കുറച്ച് പങ്ക്ച്വാലിറ്റി കൂടുതലാ. കാരണം എന്താ വെച്ചാല് ഇപ്പൊ 8 മണിക്ക് വരണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് 4 മണിക്ക് എണീറ്റ് ബാഗ് ഇട്ടിച്ച് നിൽക്കും. എക്സൈറ്റ്മെന്റോടാണോ? ഇന്നിപ്പോ 8 മണിക്കാ വരേണ്ടത്, 6 മണിക്ക് ബാഗ് ഇട്ട് റെഡി ആയി നിൽക്കേണ്ടത്. ആ പോവാൻ പോവാന്ന് പറഞ്ഞു പെണ്ണുകളെ കിടക്ക്. കുറച്ചേരും കൂടെ ഞാൻ ഉറങ്ങട്ടാ. പങ്ക്ച്വാലിറ്റി കൂടുതലാ അവന്. പിന്നെ ഈ ക്വസ്റ്റ്യൻ വാലിഡ് അല്ല. ഒറ്റ ടേക്കില് സെറ്റ് ആക്കിയിട്ടുണ്ടോ ഏതെങ്കിലും സീൻ?
എല്ലാരും നോക്കിയിട്ടുണ്ട്. ഉണ്ട്. ഇത് നിങ്ങൾ പറഞ്ഞു വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി പറയുന്നത് അല്ല എല്ലാരും ചെയ്തിട്ടുണ്ട്. ഒറ്റ ടേക്കിൽ സെറ്റാക്കും. അരി പറക്കിയിട്ടുണ്ട് ആരെങ്കിലും? എല്ലാരും പറയും ഏറ്റവും കൂടുതൽ എന്തായാലും ആരായിരിക്കും? ഞാനരി അവര് വന്നിട്ടില്ല. വന്നിട്ടില്ല. ഇതെല്ലാം വരാത്തവരുടെ തലയിൽ കെട്ടിവെക്കുക. പാവം കൊച്ചത് ഏറ്റെടുത്തു. ഞാനരിയും. ഭയങ്കര വലിയ ഡയലോഗ്സ് വരുമ്പോഴാണ്. ഓ അല്ല, മറ്റേ ചെറിയ ഡയലോഗൊക്കെ രാത്രി കാണാൻ പഠിക്കുമായിരുന്നു. കാണാൻ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഞാൻ മറ്റേ സ്ക്രിപ്റ്റ് ഒക്കെ എടുത്തിട്ട് രാത്രി കാണാൻ പഠിക്കും. എഴുതിയൊക്കെ പഠിക്കും. അവിടെ ചെല്ലുമ്പോൾ മാറ്റും ഡയലോഗ്. അതെ, അങ്ങനെ അങ്ങനെ മാറ്റിയായിരുന്നു. അങ്ങനെ മാറ്റിയായിരുന്നു. സ്പോട്ടില് അത് ഡയലോഗ് അതല്ലായിരിക്കും. തലേന്ന് സ്ക്രിപ്റ്റെല്ലാം നോക്കി അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാം മേടിച്ചോണ്ട് പോവാ. റൂമിൽ നിന്ന് പഠിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ അവിടെ നിൽക്കും. നമ്മളൊക്കെ ഓക്കെ ശരിയോ ഇങ്ങനെ ഇരിക്കുക, എന്ത് ചെയ്യണം, ഇങ്ങനെ സ്ക്രിപ്റ്റ് നമ്മൾ വായിച്ചിട്ട് നമ്മൾ കയറാനുള്ള പരിപാടി. അപ്പൊ എല്ലാം പഠിച്ചു വെച്ചിരിക്കുക. പഠിച്ചിട്ടില്ല അത് ചെല്ലുമ്പോൾ ഡയലോഗ് മാറ്റി. ഡയലോഗ് മാറ്റി എന്ത് ചെയ്ത് പെട്ടെന്ന് മാറ്റും. പിന്നെ പഠിപ്പിയായിരുന്ന പണ്ട് പഠിക്കുമായിരുന്നു. ഇതുപോലെ രാത്രി ഇരുന്ന് കാണാപ്പടം എഴുതി പഠിച്ചു. എന്റെ ഫ്രണ്ട്സിനെ പറ്റിക്കും. പഠിച്ചിട്ടില്ല എന്നുള്ള സാധനം. ഒറ്റ മൈൻഡ് ആരാ നിങ്ങളുടെ കൂട്ടത്തിൽ? ഞാനരിയും. എല്ലാ പട്ടവും എന്റെ തലയിലാണോ? എല്ലാരും ശരിക്കും പറഞ്ഞാ എല്ലാരും ഒറ്റ മൈൻഡ്. അങ്ങനെ ഇപ്പൊ ഒറ്റ മൈൻഡിലിരിക്കണം. ജനുവരി 16 പടം ഇറങ്ങിയിട്ട് രക്ഷപ്പെടും. ഓക്കെ. സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആരാ കൂട്ടത്തിൽ? എപ്പോഴും ഒരു ബ്രേക്ക് ടൈം ഒക്കെ കിട്ടുമ്പോ ഫോൺ നോക്കും. ആണോ? ബാക്കി നിങ്ങൾ മൂന്നാളും നോക്കില്ല? എനിക്ക് ഫോണേ ആവശ്യമില്ല. ആണോ? ലൈക്ക് ഞാൻ ആ ഫോൺ അധികം യൂസ് ചെയ്യാറില്ല. എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെസ്സേജ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രം. പക്ഷെ അത് പറഞ്ഞ ആരും വിശ്വസിക്കില്ല. കാരണം നമ്മുടെ പ്രൊഫഷൻ തന്നെ ഇതാണല്ലോ. അതാ ഫുൾ ടൈം അല്ലേ. അതാ ഞാൻ ചോദിച്ചെടുത്തടിക്കുക. അപ്പൊ നിങ്ങള് അതിന്റെ ഇടയിൽ നോക്കില്ല? നിങ്ങളുടെ പ്രൊഫൈലൊന്നും നോക്കൂല? സിനിമയുടെ ഇടയിലായിരുന്നു. ഷൂട്ടിന്റെ ഇടയിൽ ടയർഡായിട്ട് ഉറങ്ങിയിരിക്കും. രാവിലെ എത്ര മണിക്കൊക്കെ ഷൂട്ടിംഗ് തുടങ്ങും? 5 മണിക്ക് 6 മണി. അതാണ് എണീക്കണ കാര്യത്തില സങ്കടം. രാത്രി എത്ര മണി വരെ പോവാറുണ്ട്? അപ്പോഴേക്കൊക്കെ ലേറ്റ് നൈറ്റ് ഉണ്ടാവാറുണ്ട്? 2 മണി. അത് നൈറ്റിലത്തെ സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നതൊക്കെ ആ സമയമായിരിക്കും അല്ലേ? പിന്നെ ടയേർഡാവും. ഫോൺ നോക്കാൻ വേറെ വഴിയില്ല. അതിന്റെ ഇടയിലും നോക്കും. എഡിറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് രാവിലെ ഷെഡ്യൂൾ ചെയ്തിട്ട് അങ്ങനെ കിടക്കും. ഇതിനിടയിൽ കോണ്ടന്റ് ചെയ്തിരുന്നോ? ഷൂട്ടിന്റെ ഈ 35 ഡേയ്സിൽ നിങ്ങളുടെ പേഴ്സണൽ കോണ്ടന്റുകൾ ചെയ്യാൻ സമയമില്ലല്ലോ. ശരിക്കും ആ ഒരു പരിപാടി വന്ന് കയറിയപ്പം ആരും അങ്ങനെ ട്രാക്ക് ആയിട്ടില്ല. അപ്പൊ അതിനകത്ത് എല്ലാരും കൂടി ഇന്നായപ്പോഴത്തേക്ക് നമ്മൾ അതെല്ലാം ഫോണൊക്കെ മറന്നു. ആ സിനിമയ്ക്ക് വേണ്ടി ഉള്ള വർക്ക് ചെയ്യണം. പിന്നെ രാജേട്ടന്റെ പരിപാടി പറഞ്ഞിരുന്നു ഇന്ന സീക്വൻസ് ഇന്ന രീതിയിൽ ചെയ്യണം. പിന്നെ എല്ലാവർക്കും ഇതായി ത്വരയായി നന്നായിട്ട് ചെയ്യണം, നന്നായിട്ട് ഇതാവണം എന്നുള്ള സാധനം. നിങ്ങളിൽ തന്നെ നിങ്ങൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തിയോ സിനിമയ്ക്ക് വേണ്ടിയിട്ട്? ലുക്സ് അല്ല, ലൈക്ക് എന്തെങ്കിലും സംസാര രീതി, അങ്ങനെ ഫോഴ്സ്ഫുള്ളി എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്? ഇതിന് ഈ ഹോസ്റ്റലിന്റെ പ്രത്യേകത വെച്ചാൽ ഈ എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. അതിപ്പോ കോട്ടയം, കാസർഗോഡ്, കോഴിക്കോട് എല്ലാ ജില്ലയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പം പല സ്ലാങ്ങാ. അപ്പൊ ഇന്ന സ്ലാങ് ഞങ്ങളായിട്ട് തന്നെയാണ് കയറിയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന സമയത്ത് കൊല്ലം സ്ലാങ്ങിലായിരിക്കും. അപ്പൊ അത് ചില സമയത്ത് എനിക്ക് നോക്കിയിട്ട് പറയാൻ പറ്റുണ്ടാവില്ല. കാരണം അത് ആലോചിച്ചൊക്കെ നോക്കും. പക്ഷെ അപ്പൊ ആള് പറയും നിന്റെ ഭാഷയിൽ നിന്റെ ടോണിലും പറഞ്ഞാൽ മതി, തൃശ്ശൂരാക്കി പറഞ്ഞു എന്തുട്ടാന്നൊക്കെ. അങ്ങനെയായിരുന്നു. അമൃതയ്ക്കോ എന്തെങ്കിലും? ഞാനായിട്ട് തന്നെയായിരുന്നു. ഞാനായിട്ട് തന്നെ. അപ്പൊ പിന്നെ ആ നാട്ടുകാരനാണ്. അതെ അതെ അതെ. ഞാൻ മാവേലിക്കര ഓണാട്ടുകരയെന്ന് പറയും. ഞങ്ങൾ കറക്റ്റ് അച്ചടി ഭാഷയാ. അതായത് എന്തെങ്കിലും പറഞ്ഞാൽ കറക്റ്റ് ഈ നമ്മളെ ബുക്കിനകത്തൊക്കെ എഴുതത്തില്ലേ, അതുപോലെ തന്നെ സംസാരിക്കുന്ന സ്ഥലം. അത് ഞങ്ങൾ മാത്രമല്ല നാട്ടുകാരാ. അത് സത്യം, ചുമ്മാ ഞാൻ പറഞ്ഞ ഡയലോഗ് അതപ്പം ഈ ഡയലോഗിനകത്ത് എന്തെങ്കിലും ഒരു ഇത് പറയുമ്പം ഞാനത് പറയുമ്പോ രാജേട്ടൻ പറയണം അങ്ങനെ പറയണ്ട, മറ്റേ അത് കറക്റ്റ് അച്ചടി ഭാഷ സംസാരിക്കുന്നത് പറയാനാ. അങ്ങനെയൊക്കെ കുറച്ച് തോന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ അതും ഈസി ആയിരുന്നു. ഈ ഒരു വ്യത്യാസം മാത്രമേ വരുത്തേണ്ടി വന്നുള്ളൂ. അത് ടഫ് ആയിരുന്നോ? കുറച്ച്. ചിലത് എല്ലാവരും കേൾക്കുന്നവർക്ക് അച്ചടിയായിട്ട് തോന്നുമെങ്കിലും ഞങ്ങളത് പറഞ്ഞു പറഞ്ഞ ശീലമായി പോയി. നിങ്ങളത് നോർമലായിട്ട് പറയുന്ന ടോണാണല്ലോ. അപ്പൊ പിന്നെ ആ ഒരു സ്ലാങ്ങിന്റെ വ്യത്യാസം ഒന്നും വന്നില്ല. ലുക്സും നിങ്ങൾക്ക് അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വ്യത്യാസം വരുത്തേണ്ടി വന്നു? നമ്മൾ എങ്ങനെയാണോ അതേ കണക്കാണ് സിനിമയിൽ. പക്ഷേ കഥയുടെ മാറ്റർ വരുമ്പോഴും കഥയുടെ സന്ദർഭം വരുമ്പോഴും നമ്മൾ ഒരു സിറ്റുവേഷൻ വരുമ്പോഴും നമ്മളല്ലാതായി മാറും ചില സമയങ്ങളിൽ. ഇമോഷൻസ് ചേഞ്ച് ആവുന്നേ ഉള്ളൂ. നമ്മൾ തന്നെ എങ്ങനെ നമ്മുടെ ഇമോഷൻ എങ്ങനെയാണോ ചേഞ്ച് ആവുന്നത് അങ്ങനെ തന്നെ. അതുപോലെ തന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്യോ? പിന്നെ ഇഷ്ടം പോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ലതായിട്ട്. അപ്പൊ പിന്നെ ഈസി ആയിരുന്നു കുറച്ചും കൂടെ. കംഫർട്ടായിരുന്നു.
ഇതില് ഡയറ്റ് ഒക്കെ നോക്കുന്ന ആൾക്കാരുണ്ടോ? അങ്ങനൊന്നുമില്ല, വെട്ടി ആദ്യം അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവനൊക്കെ ഡയറ്റ് എന്ന് പറഞ്ഞേ പ്രതി കൂടെ പോയിട്ട് 4 മീനും മറ്റേതും ചോറ് എടുത്തിട്ട് ചോറ് കഴിക്കില്ല. എനിക്ക് ചോറ് കഴിക്കാൻ പറ്റും, ചപ്പാത്തി കഴിക്കണം. ചപ്പാത്തി ആദ്യം കഴിച്ചിട്ട് അതേ കൂടെ കറങ്ങിട്ട് ചോറ് എടുത്തിട്ട് ചോറൂടെ കഴിക്കല്ലേ. ബിസ്ക്കറ്റ് ആദ്യം ബിസ്ക്കറ്റ് കഴിച്ചില്ല, ചായ കുടിച്ചില്ല. 3 തൊട്ട് ഞാൻ 2 പാക്കറ്റ് ബിസ്ക്കറ്റ് ഒക്കെ എടുത്ത് ബാഗിലാന്ന് പറയുന്നത്. ഇടയ്ക്ക് കഴിക്കാൻ ഡയറ്റ് നോക്കി ആരുമില്ല കൂട്ടത്തിൽ. ഡയറ്റ് പറ്റൂല, ഭയങ്കര പാടാ. ചോറ് കേട്ടോ ഉച്ചക്ക്. ചോറ്, മീൻകറി, ചൂട് ചോറ്. പനിയൊക്കെ വന്ന സമയമുണ്ട്, ചൂട് ചോറൊക്കെ കഴിച്ചിട്ട് പാരസെറ്റമോൾ കഴിച്ച് കയറി കിടന്നിട്ട് ഇതിന്റെ ഇടയിൽ വയ്യായികൾ വന്നിരുന്നു. പിന്നെ ട്രിപ്പൊക്കെ കിടന്നു. ഇത് ഏത് മാസത്തായിരുന്നു ഷൂട്ട്? ഏപ്രിലേ വെക്കേഷൻ സമയത്തായിരുന്നു. തിരുവനന്തപുരത്തൊക്കെ ബോംബ് വെച്ചെന്നൊക്കെ പറഞ്ഞ് ആ സമയത്തായിരുന്നു. ഓ യെസ്. നിങ്ങൾ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ വീട്ടിൽ പോയിരുന്നോ? ഞാൻ വീട്ടിൽ, എന്റെ വീട് കൊല്ലത്താ, അപ്പൊ അതിന്റെ അടുത്ത് തന്നെ ഇടയ്ക്ക് പോകാറുണ്ട്. മൂവി കഴിഞ്ഞിട്ട് പോയി, പിന്നെ തിരിച്ചു പോന്നതാ. അതല്ലാതെ ഈ 35 days വീട്ടിൽ പോയിരുന്നു ഇൻ ബിറ്റ്വീൻ? ഞങ്ങൾക്ക് കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഗേൾസിന് 12-13 ദിവസം. 13 days അവിടെ തന്നെ. നിങ്ങൾ എല്ലാരും അവിടെ തന്നെ വീട്ടിൽ പോയിരുന്നു? ഞാൻ ഇടയ്ക്ക് വീട്ടിൽ പോകും, പിന്നെ അവിടെ നിൽക്കും. അങ്ങനെ ആളുടെ വീട് അടുത്തല്ലേ? ഇൻട്രോവേർട്ട് ആരാ നിങ്ങളുടെ കൂട്ടത്തിൽ? ഇല്ല. അങ്ങനൊന്നും എല്ലാരും എക്സ്ട്രോവേർട്ടാ, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കില്ലല്ലോ. ഏറ്റവും എക്സ്ട്രോവേർട്ട് ആരാ? ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആരാ? ചാണ്ടി. ചന്ദ്രനില്ല. ഇല്ല ഇല്ല, ആളില്ല. ഈ പേരെങ്ങനെയാ വന്നേ? ഇത് സീരീസിന്റെ പേരായിരുന്നു, ആ സീരീസ് രാജേഷിന്റെ ഐഡിയ ആണ്. പുള്ളി ഇട്ട പരിപാടിയാ. അത് തന്നെ സിനിമയ്ക്ക് വന്നപ്പം. പുള്ളിയുടെ വല്ല ഹോസ്റ്റലിന്റെ പേരാണോ? അല്ല, അറിയില്ല. പുള്ളിക്ക് കുറെ ഹോസ്റ്റൽ മെമ്മറീസ് ഉണ്ട്. അപ്പം ഭയങ്കര ലാലട്ടൻ ഫാനാണ് എല്ലാരും. അപ്പൊ ഒരു പേരിങ്ങനെ. ആ സീരീസ് പിന്നെ കുറെ എപ്പിസോഡും കുറെ എപ്പിസോഡ് ഉണ്ടായിരുന്നു. കുറച്ച് ലെങ്ത് ആണെങ്കിലും നല്ല സീരീസ് ആയിരുന്നു. നല്ല സീരീസ് ആയിരുന്നു, ഭയങ്കര എൻഗേജിങ് സീരീസ്. അതെ അതെ. നമുക്ക് അപ്പോഴും അതേ ഒരു ഹോസ്റ്റൽ വൈബ്, പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞ ആ സമയത്തല്ലേ അത് റിലീസ് ചെയ്യുന്നത് യൂട്യൂബിലും. അപ്പൊ പിന്നെ നമുക്ക് പേ ചെയ്ത് കാണണം എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നില്ല. യൂട്യൂബിൽ തന്നെ കാണുന്ന എല്ലാരും വീട്ടിലൊക്കെ തന്നെ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഹിറ്റുമായി, മില്യൺസ് ആയിരുന്നു വ്യൂസ് അല്ലേ. സിനിമയും അടിപൊളിയാവട്ടെ. എവിടെയാ സിനിമ കാണുന്നത് നിങ്ങള്? ഷോ എവിടെയാ കാണുന്നത്? അറിയില്ല, ഫിക്സ് ആക്കിയിട്ടില്ല, അവര് പറഞ്ഞിട്ടില്ല. വനിതയിലാണ് ആയിരിക്കും, അവിടെ എവിടെയെങ്കിലും ആയിരിക്കും. എന്തായാലും ഇപ്പം അവിടെ ഒരു ഫുൾ ക്രൗഡിന്റെ കൂടി ഇരുന്ന് കാണുമ്പോ ഒരു ഭയങ്കര നിങ്ങൾ ഫുൾ ടീം എല്ലാരും ഉണ്ടാവില്ലേ? പിന്നെ അത് അടിപൊളിയായിരിക്കും. ആകെ ഒരു കയ്യടിയും നിങ്ങളുടെ ഓരോരുത്തരുടെ ഡയലോഗിന് എങ്ങനെയാ റെസ്പോൺസ്. അത് നിങ്ങൾ ട്രിപ്പ് എന്തെങ്കിലും പോയോ ഒരുമിച്ച്? ഇല്ല, അതിനും സമയം കിട്ടിയിട്ടില്ല. എല്ലാവർക്കും തിരക്കല്ലേ. ദുബായിക്ക് വിട്ടു ഇത് കഴിഞ്ഞിട്ട്. സിനിമയുടെ ആള് ദുബായിന്ന് തന്നെ വരുന്നുണ്ടല്ലോ. ഓക്കെ, കാനഡ വഴി ഒന്ന് പോയി. ഞാൻ തൃശ്ശൂരുണ്ട്, എപ്പം പോയി നിങ്ങൾ ദുബായ്? ഞാനൊരു ക്യാരക്ടറിന്റെ നെയിം പറയും, അത് ആര് ഏത് സിനിമയിൽ ആർക്കാണെങ്കിലും പറയാം. ഓക്കെ. പവനായി. ശവമായി. ആരാ ചെയ്തേ പവനായി? നാടോടിക്കാറ്റ്. നാടോടിക്കാറ്റാണോ ചെയ്തേ? നാടോടിക്കാറ്റിന് ആരാ ചെയ്തേ? അയ്യോ, ക്യാപ്റ്റൻ രാജു. ക്യാപ്റ്റൻ. കിട്ടിട്ടാ. അടുത്തത് രമണൻ. പഞ്ചാബി ഹൗസ്. കിട്ടും. ഭാനുമതി. ഭാനുമതിയാ? നമ്മുടെ രാവണപ്രഭു. ആരാ? പറഞ്ഞു കൊടുക്കേ. രേവതി. രേവതി. ഭാനുമതി. ഈ ചിലങ്ക എനിക്ക് വേണ്ട, ഒറ്ററ്. ഇപ്പൊ കിട്ടിയില്ലേ? കാണില്ലേ മലയാള സിനിമയൊക്കെ? അന്താളിച്ചൊക്കെ ഇരിക്കുന്നു. ഓക്കെ, മാമച്ചൻ. വെളിമുങ്ങ. നിങ്ങൾ ഇങ്ങനെ അവള് സ്മാർട്ടാണ്, പൊളിക്കട്ടെ. ഈപ്പൻ പാപ്പച്ചി. ഇപ്പം പാപ്പച്ചി പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. ഈപ്പൻ പാപ്പച്ചി. മീശമാധവൻ. ഈപ്പം പാപ്പച്ചി. ഇനി ഈസി. ഗംഗ. ഇടിവെട്ട് സുഗുണൻ. പട്ടാളം. അല്ല, പൃഥ്വിരാജ് സിനിമ. രാജാ പോക്കിരി രാജ. ആരാ അതില്? സുരാജ് വെഞ്ഞാറമൂട്. കിട്ടി. പോരാ, സിനിമയുടെ കാര്യത്തിൽ പോരാട്ടും നിങ്ങള്. പ്രോസസ് ചെയ്ത് വരുന്നേ. മാണിക്യൻ. അല്ല, ഹാമണിയുടെ പടം അല്ലേ? മാണിക്യൻ. മറ്റേ വേറൊരു മാണിക്യൻ. മാണിക്യം മറ്റേ പാമ്പാണോ?
ആനന്ദഭദ്രത്തിൽ അത് കുഞ്ഞുട്ടല്ല, സോറി വിട്ടുപോയി. മാണിക്കൻ ഓടിയ ഞാൻ പറഞ്ഞു ലാലേട്ടന്റെ വേറൊരു മണിക്കനും കൂടി ഉണ്ട്. ആരായിട്ടൊരു വേറെ കാണിക്കണം. ലാലേട്ടന്റെ മാണിക്കനുണ്ടായിട്ട് നമുക്ക് ഓർമ്മയില്ല. കിട്ടുന്നില്ല, കാർത്തുമ്പി മണിക്കനും. ഓ, ഈ കാർത്തുമ്പി എന്നുള്ള പേര് ഇടക്കിടക്ക് ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നുണ്ടല്ലോ അതിനകത്ത്. പക്ഷെ മാണിക്കൻ അതില് കിട്ടിയില്ല, ഞാൻ ഉത്തരം പെട്ടെന്ന് പറഞ്ഞു. കിട്ടിയില്ല. അറിയില്ലേ? ഞാനും പറഞ്ഞല്ലോ ഓടിയല്ലോ മാണിക്കൻ. ആ, അത് കിട്ടി. ഒരെണ്ണം എന്തെങ്കിലും ആവട്ടെ, അത് സമ്മതിച്ചു കൊടുത്തേക്കാം. ഞാൻ ഉദ്ദേശിച്ചതല്ല, എന്നാലും പോട്ടെ. ടെസ്സ. ചാർലി ഇരിക്കും. ചാർലി വേഗം ചാടി പറയാം. ചാടിയൊക്കെ പറയാം. ഇനി ഈശോ ജോൺ കാറ്റാടി. ഈശോ ജോൺ കാറ്റാടി, നല്ല പരിചയമുള്ള പേര്. മോഹൻലാല്. മോഹൻലാൽ അല്ല, മോഹൻലാലിന്റെ മോൻ. ആ പൃഥ്വിരാജ്. ആ, ഏതാ? മറ്റേ പടം മോഹൻലാലിന്റെ മോൻ പൃഥ്വിരാജോ? എന്നും എപ്പോഴും. കല്യാണി പ്രദർശന്റെ പടമാണെന്ന് എനിക്കറിയാം. പടത്തിന്റെ പേര് അതൊക്കെ കിട്ടി. എല്ലാം കിട്ടി. പടത്തിന്റെ പേര് കിട്ടില്ല. കല്യാണി പ്രിയദർശൻ, മോഹൻലാൽ, പൃഥ്വിരാജ്. കോവിഡ് പടം. ആ പ്രോഡക്റ്റ് കിട്ടി. ചിറമ്മേൽ ഫ്രാൻസിസ്. മഞ്ഞുമൽ വോയിസ്. ചിറമ്മേൽ ഫ്രാൻസിസ്. ഫ്രാൻസിസ് എന്നാ പറഞ്ഞേ. മമ്മൂട്ടിയോടല്ലേ? മമ്മൂട്ടിയോടല്ലേ? തൃശ്ശൂർ മറ്റേ ഫ്രാൻസിയേട്ടൻ. പ്രാഞ്ചിയേട്ടൻ. പ്രാഞ്ചേട്ടൻ. കിട്ടുണ്ണി. ഇന്നസെന്റ്. ആ, കിലുക്കം. ഒരാള് കഥാപാത്രം പറയാ. അല്ല അവര് തമ്മിൽ കോമ്പറ്റീഷൻ ആയിക്കോട്ടെ. ഇവരൊരു ടീമായി മാറിട്ടോ. ശോഭ. ശോഭേ അതല്ലേ? ആ, പഴയ പടമല്ലേ? പഴയ പടം. പഴയത് പാടാ. പഴയത് പടത്തിന്റെ പേര് ശോഭേ അങ്ങനെ അത് വരും. വിളിക്കുന്ന ആള് നമ്മളെ ഇപ്പൊ വിട്ടുപോയി. ആ അത് അറിയാം, മനസ്സിലായി. പക്ഷെ പടമൊന്നും എനിക്കറിയില്ല. പടം ശരി, പഴയ പടം. പടക്ക് നോക്കിയത്. അതായിരുന്നല്ലേ? പിന്നെ വേറെ ഒരു- വേലായുധൻ. നരൻ. ആ, നാരൻ. തുറന്നല്ലേ വായ. പാടാ. എന്തെങ്കിലുമൊക്കെ പറയണ്ടേത്. നിങ്ങൾ ഇതുമാതിരി ഏതെങ്കിലും ഒരു സിനിമയൊക്കെ കണ്ട സമയത്ത് ആ കഥാപാത്രം ഞാൻ ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നി? എനിക്ക് മറ്റേ ലോകയിലെ കല്യാണി ചെയ്ത ക്യാരക്ടർ ലോകയുടെ ഒരു സ്ഥലം ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ ചെയ്തത്. അടിപൊളിയായി. വീട്ടിനകത്ത് മറ്റേ സെറ്ററൊക്കെ ഇട്ട് ആര്? ദിലീപേട്ടന്റെ ഒരു പടം ഉണ്ടല്ലോ. ഈ സെറ്റ് ഇട്ടോ? ആ, മനസ്സിലായി. രാവിലെ എന്നെ നേരം വിളിക്കുകയാണല്ലോ. സതീർത്യോ? ആ, സതീർത്യം. കുബേരൻ. കുബേരൻ. മണിച്ചേട്ടൻ ചെയ്ത കഥാപാത്രം ചെയ്യണം. ഭയങ്കര മണിച്ചേട്ടന്റെ കാര്യം അടിപൊളിയായി. അടിപൊളിയായിരുന്നു. അജ്മലിനോ? ചിരിച്ചു കാണിക്കണം. ചോദിക്കുമ്പോ മറ്റേ ക്യൂട്ടായിട്ട് ഇല്ലേ? പറഞ്ഞോ, ട്രോളെന്ന് വെച്ചിട്ടാണോ? അല്ലല്ല, ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഹാപ്പി ഡേയ്സ് സിനിമ ഇറങ്ങിണ്ടായിരുന്നു. ആ സിനിമയിലത്തെ ആ ഒരു നായകൻ തമന്നയുടെ മറ്റേ സ്വീറ്റ് ബോയ്. സ്വീറ്റ് ബോയ്. കാലം അത് കണ്ടിട്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയത്. അന്നൊരു ക്ലാസ്സിലാണെങ്കിൽ ഫുള്ള് ചെക്കന്മാരും. മെക്കായിരുന്നോ? മെക്കെടുത്ത പിന്നെ ചെക്കന്മാരുന്നോ? നമുക്ക് അറിയില്ലല്ലോ. എവിടെയാ അഭിക്കോ? എനിക്ക് 98 നിവിൻ പോളി. എടുത്തടിക്ക് പറഞ്ഞു കേട്ടാ. ഇവര് രണ്ടുപേരും ചിന്തിച്ചു പോലും ഉത്തരം പറയാൻ. അത് എത്ര നേരം കിട്ടി? അല്ലല്ല, ഇത് ഫസ്റ്റ് ഫസ്റ്റ് ചോദിക്കുന്നേ നല്ലത്. അപ്പൊ കറക്റ്റ് പെട്ടു. ഓക്കെ, ഇനി എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? നമ്മുടെ ഈ സിനിമ ജനുവരി 16 ഇറങ്ങുവാണ്. ചെറിയ വലിയ ഒരു സിനിമയാണ്. അപ്പം നിങ്ങൾ ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. നിങ്ങളാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ കൊണ്ടുവന്നത്. അപ്പം മറക്കരുത്, ജനുവരി 16. നന്ദി. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ ഇത്രയും നാളും പ്രേക്ഷകരുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി അത് ഉണ്ടാവണം. സോ ഞങ്ങളെല്ലാം വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട്. കാരണം ഞങ്ങളെ എത്രത്തോളം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഉള്ളത് ഇനി ഇതിലൂടെ വേണം അറിയാൻ. തന്ന സ്നേഹം കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്, സംസാരിക്കുന്നതെല്ലാം. എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പിടിയില്ല. നല്ല പടമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. അനുഗ്രഹിക്കണം. അതെ, എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണും. ഞാനും പോയി കാണും ഫസ്റ്റ് ഡേ തന്നെ. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. ഇനിയും ഒരുപാടുള്ള സിനിമകളൊക്കെ കിട്ടി. അടിപൊളിയാവട്ടെ. ഇത് നിങ്ങളെ എല്ലാരെയും ഒരിക്കലും നമുക്ക് പുതിയ ആൾക്കാരായി തോന്നില്ല സിനിമയിൽ കാണുമ്പോഴും. നമ്മൾ എപ്പോഴും കാണുന്നത് കൊണ്ട് റീൽസിലൊക്കെ എപ്പോഴും കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മൾക്കൊരു നെക്സ്റ്റ് ഡോർ ഗൈ അങ്ങനത്തെ ഒരു ഫീലാ തോന്നുക. ഇപ്പൊ ഇവിടെ വന്നിരിക്കുമ്പോൾ ആദ്യമായിട്ട് കാണുന്നു, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിച്ച ആൾക്കാർ, അങ്ങനത്തെയൊക്കെ കൂടുതൽ നിങ്ങൾ ഈ ഇൻസ്റ്റഗ്രാം റീലിലൊക്കെ വരുന്നോണ്ട് ഇപ്പൊ എന്റെ അമ്മയൊക്കെ അമ്മയൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു ക്ലോസ് ആയിട്ട് തോന്നും. അതുകൊണ്ട് ആ ഒരു ക്ലോസ്നെസ് സിനിമയിലും ഉണ്ടാവും. സിനിമയും എല്ലാവരും കൈതീട്ടി സ്വീകരിക്കട്ടെ. അപ്പൊ താങ്ക് യു സോ മച്ച്.